കാര്യം നിസാരം. ചായ ഇല്ലേ? ആഹാ, ഇതെന്ത് പറ്റി? 6:30 വരെ കിടന്ന് ഉറങ്ങിയോ? ഞാൻ 2 പ്രാവശ്യം വന്ന് വിളിച്ചിരുന്നു. 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ചാടി എണീക്കുന്ന ആളാണല്ലോ. ഞാനൊരു നല്ല സ്വപ്നം കണ്ടു. സ്വപ്ന? മോഹനടരോ? എനിക്ക് സ്വപ്നം കണ്ടൂടെ? വല്ല പെണ്ണുങ്ങളെയാണോ? എന്റെ പേര് കെ മോഹനകൃഷ്ണൻ എന്നാണ്. ഏതെങ്കിലും സ്ത്രീകളെ സ്വപ്നം കാണുന്നതല്ല എന്റെ ജോലി. അപ്പൊ പിന്നെ എന്നെ ആയിരിക്കും. നല്ല സ്വപ്നം എന്നാണ് ഞാൻ പറഞ്ഞത്, പേടി സ്വപ്നം എന്നല്ല. അയ്യടാ, തമാശയായിരിക്കും. ഞാനുള്ളതുകൊണ്ട് ഇപ്പോൾ രാവിലെ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് വരുമ്പോ ഒരു ചായ കിട്ടും. വേറെ വല്ലൊരു ആരുതെങ്കിലേ പണ്ടേ കളഞ്ഞിട്ട് പോയനെ. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു സ്വപ്നം? എനിക്കൊരു നിധി കിട്ടിയെന്ന്. നിധിയോ? എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു വലിയ പെട്ടി നിറയെ സ്വർണവും വെള്ളിയൊക്കെ എന്റെ മുന്നിലിരിക്കുന്നു. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാവുന്ന തോന്നുന്നത്. മോഹനേട്ടൻ ഈ സ്വർണത്തിനൊന്നും വലിയ കമ്പമില്ലാത്ത ആളാണല്ലോ. പിന്നെങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ സ്വപ്നം കണ്ടത്? അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ സ്വപ്നം കാണുന്നത്? സ്വപ്നം ഇങ്ങനെ വരികയല്ലേ. ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്ന പറയുന്നത്. ഈ സ്വപ്നം മിക്കവാറും ഫലിച്ചത് തന്നെ. എന്റെ മോഹനേട്ടാ, സ്വപ്നം പാതിരാത്രി കണ്ടാലും വെളുപ്പാങ്കാലത്ത് കണ്ടാലും നട്ടുച്ചയ്ക്ക് കണ്ടാലും സ്വപ്നം മാത്രമാണ്. ഈ ലോകത്ത് ഇതുവരെ ആരുടെയും ഒരു സ്വപ്നം ഫലിച്ചതായി ചരിത്രം ഉണ്ടായിട്ടില്ല. എന്നാര് പറഞ്ഞു? ഭാമേ, നിനക്കറിയില്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. സ്വപ്നങ്ങൾ ഫലിച്ച എത്ര പേരുടെ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെ, ഇപ്പൊ എന്നെ ശല്യപ്പെടുത്താതെ അപ്പുറത്ത് പോയിരുന്നാൽ ഞാനൊരു നല്ല ചായ ഉണ്ടാക്കി തരാം. ഇല്ലെങ്കിൽ ചായ വൈകും. പോയാട്ടെ. നിങ്ങളുടെ ഈ ആഴ്ച രോഹിണി ഭാമേ, ഈശ്വര, ഭാമേ, നീ എന്താ പറഞ്ഞത്? സ്വപ്നങ്ങൾ ഫലിക്കും എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നല്ലേ? അത് നിന്റെ വിവരക്കേട്. ഈ പത്രത്തിൽ നോക്ക്. സ്വപ്നം ഫലിക്കുന്ന പത്രത്തിലുണ്ടോ? സ്വപ്നം ഫലിച്ചല്ലോ. നിങ്ങളുടെ ഈ ആഴ്ചയിൽ എന്റെ വാരഫലം നോക്ക്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും. അളവറ്റ സ്വത്തുക്കൾ കയ്യിൽ വന്നു ചേരും. കീർത്തിമാനാകും എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് അടുത്ത അന്ധവിശ്വാസം. എന്റെ മോഹനേട്ടാ, ഈ പത്രത്തിൽ മോഹനേട്ടന്റെ വാരഫലം ഇത്. വേറൊരു പത്രം വായിച്ചു നോക്കിയാട്ടെ. അതിനകത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. രോഗം ഉണ്ടാവും, മാനനഷ്ടവും ധനനഷ്ടവും ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും ആ പത്രത്തില്. മോഹനേട്ടനല്ലാതെ ആരെങ്കിലും ഈ വാരഫലം എല്ലാം വായിച്ച് അത് വിശ്വസിച്ചോണ്ടിങ്ങനെ നടക്കുവോ? ഇത് പത്രത്തിൽ അച്ചടിച്ച കാര്യ. അതുകൊണ്ട് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പത്രത്തിൽ അച്ചടിക്കൂ? എന്റെ പൊന്നെ, കെമിസ്ട്രി ഡിഗ്രി എടുത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പത്രത്തിലെ വാരഫലം വായിച്ച് ആദ്യം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഈശ്വര, ഇത് വർഷം 2014 ആരാണാവോ ഈ വില്ലേജർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. വായിച്ചോണ്ടിരി. ആദ്യം നീ പറഞ്ഞു സ്വപ്നത്തിൽ കാര്യമില്ല എന്ന്. ഇപ്പൊ നീ പറയുന്നു ജ്യോത്സ്യത്തിലും കാര്യമില്ല എന്ന്. പിന്നെ എന്തിലാണ് കാര്യം ഉള്ളത്? അവനവന്റെ കയ്യിലിരിപ്പും പ്രവൃത്തിയും വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മാന്യമായിട്ട് ജീവിച്ച് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും. അപ്പൊ ഈ പത്രത്തിൽ ഇരിക്കുന്നത് വെറുതെ. എനിക്ക് ഈ ആഴ്ച സമ്പത്തും കീർത്തി ഉണ്ടാകുന്നതാണ് വാരഫലം. ഒരാഴ്ച കൊണ്ട് സമ്പത്തും കീർത്തിയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ മോഹനേട്ടാ. ഏതെങ്കിലും അമ്പലത്തിൽ കയറി വിഗ്രഹം മോഷ്ടിക്കുക. ആ വിഗ്രഹം വിറ്റാൽ ഒരുപാട് കാശ് കിട്ടും.
അത് കഴിയുമ്പോളേ മോഹനേട്ടനെ പോലീസ് പിടിക്കൂലോ. അതോടെ പത്രത്തിൽ പടം വരും. അമ്പലത്തിൽ നിന്ന് വിഗ്രഹം മോഷ്ടിച്ച വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ എന്നുള്ള വാർത്തയിൽ പത്രത്തിന്റെ മുൻപേജിൽ പടം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കീർത്തിയാണോ? നീ എന്തൊക്കെ പറഞ്ഞാലും ജോത്സ്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വെളുപ്പിന് ഞാൻ നിധി സ്വപ്നം കാണുന്നു. തൊട്ടു പിന്നാലെ ഈ പത്രം വന്നപ്പോ അതിൽ എനിക്ക് അളവറ്റ സ്വത്ത് കിട്ടുമെന്നും എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ചത് എങ്ങനെയാ? മോഹനേട്ടാ, ധനനേട്ടവും കീർത്തിയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അന്ന് പക്ഷെ മോഹനേട്ടൻ സ്വപ്നം കണ്ടില്ലായിരുന്നു. ഇന്ന് വെളുപ്പാങ്കാലത്ത് കൃത്യമായിട്ടൊരു സ്വപ്നം കണ്ടു. അത്രയേ ഉള്ളൂ പ്രശ്നം. മോഹനേട്ടാ, ഈ സ്വപ്നം എന്ന് പറയുന്നത് അപബോധ മനസ്സിന്റെ ഭാവനകളാണ്. സമ്പത്തും സത്കീർത്തിയൊക്കെ ഭാവനയിൽ കാണാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഉറങ്ങുമ്പോൾ മനസ്സിലെ മോഹങ്ങൾ സ്വപ്നങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ പുറത്തു വരും. അതുകൊള്ളാം. കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു ആന ചവിട്ടിക്കൊല്ലുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അത് എന്റെ മനസ്സിലെ മോഹമായിരുന്നോ? ആന ചവിട്ടിക്കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വപ്നം കണ്ടത്? അതെ. എന്നിട്ടെന്താ ആ സ്വപ്നം ഇതുവരെ ഫലിക്കാതിരുന്നത്? ഈശ്വരാ, ആ സ്വപ്നം എങ്ങാനും ഫലിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയനെ. അതുപോലെ അന്ന് ഞാൻ സ്വപ്നം കണ്ടത് വെളുപ്പാങ്കാലത്തല്ലായിരുന്നു. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂ. നമ്മുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് യോഗ്യനായ ഭർത്താവിനെ കിട്ടുമെന്ന് എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. എന്നിട്ട് അതുവല്ലോ നടന്നു. മോഹനേട്ടാ, മനസ്സിനുള്ളിലെ മോഹങ്ങൾ മാത്രമല്ല ഭയങ്ങളും സ്വപ്നങ്ങളായിട്ട് പുറത്തു വരും. അതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ സ്ഥിരമായിട്ട് സ്വപ്നത്തിൽ വരുന്നത്. നീ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഭാമേ. എനിക്കെന്തോ മഹാഭാഗ്യം വരാനിരിക്കുകയാണ്. നീ കുറച്ചു മുമ്പ് കളിയാക്കി പറഞ്ഞില്ലേ മോഷണ കേസിൽ എന്റെ പടം പത്രത്തിൽ വരുമെന്നൊക്കെ? അത് മോഷണ കേസിനായിരിക്കില്ല. നാട്ടുകാർ മുഴുവൻ ബഹുമാനത്തോടെ കാണുന്ന എന്തെങ്കിലും കേസിനായിരിക്കും. കൈക്കൂലി വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അപ്പോഴും തൻ ലാഭം ഉണ്ടാവും. വിജിലൻസുകാരെ പിടിച്ചു കഴിയുമ്പോൾ കീർത്തിയും. ഉത്തമ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഉത്തമനോട് സംസാരിക്കുന്ന. അതെ അതെ അതെ, ഉത്തമാവുമ്പോ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ. നിനക്കൊന്നും ഭയങ്കര വിദ്യാഭ്യാസമാണല്ലോ. എന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണോ കാര്യം? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഉത്തമന് ഈ സ്വപ്നത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്വപ്നത്തെ കുറിച്ചാ? അതെ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. അല്ല സാറേ, അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ വെളുപ്പാങ്കാലത്തൊന്നും അങ്ങനെ സ്വപ്നം കാണാറേ ഇല്ല. വാരഫലത്തെ കുറിച്ച് അതും നോക്കാറില്ല. ഇതൊക്കെ നോക്കാൻ നമുക്ക് എവിടെ സാറേ നേരം? ഒരു വില്ലേജ് ഓഫീസറായി എനിക്ക് വാരഫലം നോക്കാൻ നേരമുണ്ട്. വേറും ഒരു ബ്രോക്കറായ ഉത്തമന് നോക്കാൻ നേരമില്ല. അല്ല, ഈ എന്താണ് ഇപ്പൊ സാറിന്റെ പ്രശ്നം? ഈ വീടിന്റെ ചുറ്റുവട്ടത്തെവിടെയോ ഒരു നിധി കിടപ്പുണ്ട്. അത് കുഴിച്ചെടുക്കണം. നിധിയാ? പ്രാന്താണ് ഉത്തമ. സാറ് ഇത് രാവിലെ തുടങ്ങിയ അഭ്യാസമാ. ഇവിടെ എവിടെയോ നിധി കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഈ പൊരയിടത്തിലെ പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സാറേ. എന്ത് സംഭവം? ഇപ്പോഴൊന്നുമല്ല, 10-12 കൊല്ലം മുമ്പാ ടൗണിലെ ബാങ്ക് ആരോ കൊള്ളയടിച്ചു. പോലീസുകാർ മോഷ്ടാവിനെ അന്വേഷിച്ച് ടൗൺ മുഴുവനും ചുറ്റി. പക്ഷെ കിട്ടിയില്ല. 13 ലക്ഷം രൂപയും അന്നത്തെ സ്വർണ്ണവിലയ്ക്ക് 5 ലക്ഷം രൂപയുടെ സ്വർണവുമാണ് മോഷണം പോയത്. പോലീസുകാർ കുറെ അന്വേഷിച്ചു. ഒടുവിൽ അന്വേഷണമൊക്കെ നിർത്തിയപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കി ഈ പുരയിടത്തിൽ എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. സാറേ, പോരേ പൂരം. പോലീസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ കംപ്ലീറ്റ് ഇളക്കി മറിച്ച്. എന്നിട്ട് കിട്ടിയോ? എവിടെ നിന്ന് കിട്ടായി? അതാരും പറ്റിച്ചതാണ് സാറേ. അല്ലെങ്കിൽ തന്നെ മോഷണം മുതൽ ഇരിക്കുന്നത് പോലീസിനെ വിളിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ മോട്ടിക്കുന്ന എന്തെന്നിന്? അല്ല, അങ്ങനെ പറയരുത്. പ്രകൃതിയിലെ ചില നിമിത്തങ്ങൾ നമുക്കുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒക്കെ പ്രകൃതി ഓരോ നിമിഷവും നമുക്ക് പറഞ്ഞു തരും. അത്തരത്തിലൊരു നിമിത്തമാണ് സ്വപ്നങ്ങൾ. ഉത്തമൻ പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? ആരുടെ? ബ്രസീൽ എഴുത്തുകാരനായ പൗലോ കോയിലോ. ആ നോവൽ സ്വപ്നങ്ങൾ കണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി യാത്രകൾ ചെയ്ത് നിധി കണ്ടുപിടിച്ച സാന്റിയാഗോ എന്ന ഇടയച്ചെറുക്കനെ പറ്റിയാണ്. ഇന്ന് ഞാൻ കണ്ട സ്വപ്നവും അതുപോലെ തന്നെയാണ്. എന്റെ കയ്യെത്തും ദൂരത്ത് എവിടെയോ ഒരു നിധിയുണ്ട്. അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇതെന്താണ് നോക്കിയില്ലേ? അയ്യോ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ തരം വട്ടല്ലേ. ഇതാണ് ഇന്നത്തെ വട്ട്. അല്ലാതെ ഞാൻ എന്ത് പറയാന്?
ഉൽപ്പലാക്ഷ ചേട്ടനല്ലേ? ആ പേടിയ വള്ളി കാലിച്ചിട്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. മോഹനേഷ് സാറിന് നേരത്തെയാണോ? അത് പിന്നെ എനിക്ക് രാവിലെ താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. ഉൽപ്പലാക്ഷ ചേട്ടൻ കൂടാ? എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പോകണം. ഓ, ജംഗ്ഷൻ ഞാനൊരു പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. അതിന്റെ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണം. ഈ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കണമെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും വേണം. ഉൽപ്പലാക്ഷ ചേട്ടൻ വില്ലേജ് ഓഫീസിലേക്ക് കണ്ടില്ല. വില്ലേജ് ഓഫീസിലേക്ക് ഞാൻ നാളെ വരാം. പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് കാണണം. എന്റെ പൊന്നു സാറേ, സാറിനെ പോലല്ല ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാര്. എല്ലാവർക്കും കൈ നിറയെ കാശ് വേണം. ഉൽപ്പലാക്ഷൻ ചേട്ടനെ പോലുള്ളവർ കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും അത് വാങ്ങുന്നത്. അല്ല, അത് പിന്നെ ചേട്ടാ, കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൈക്കൂലി കൊടുക്കുന്നത്. കാര്യം നടക്കണ്ടേ സാറേ? നിയമവും ന്യായവും പറഞ്ഞിരുന്ന ഒന്നും നടക്കില്ല. ഞാൻ ഉൽപ്പലാക്ഷൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഉത്തമം പറഞ്ഞപ്പോഴാ പണ്ട് നടന്നൊരു സംഭവത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. ഏതോ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവും പണമെല്ലാം ഉൽപ്പലാക്ഷ ചേട്ടന്റെ പറമ്പിൽ ആരോ കുഴിച്ചിട്ടുന്ന കഥയും ഉണ്ട്. എന്റെ പൊന്നു സാറേ, ഒന്നും പറയാതിരിക്കുക നല്ലത്. ബാങ്കിൽ മോഷണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോ കള്ളം പോലീസ് വിളിച്ച് തൊണ്ടി എന്റെ പറമ്പിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കേട്ട വാതി കേൾക്കാത്ത വാതി പോലീസുകാർ 10-25 പണിക്കാരുമായി എന്റെ പറമ്പിലേക്ക് കയറി. ആ വീടിന്റെ ചുറ്റോട് ചുറ്റും കുഴിച്ചു. 2 ദിവസം മെനക്കെട്ട് കുഴിച്ചിട്ടും സംഭവം കിട്ടിയില്ല. അവരവരുടെ പാട്ടിൽ പോയി. എനിക്കും കെട്ടിയോൾക്കും വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിരിച്ച് മണ്ണിട്ട് കുഴിയെല്ലാം മൂടി പറമ്പ് പഴയ രൂപത്തിലാക്കാൻ ഞാൻ ഒരാഴ്ച മെനക്കെടേണ്ടി വന്നു. ഈ പറമ്പ് മുഴുവൻ കളച്ചിട്ടും പണം കിട്ടാതെ പോയതെന്താ? സാറേ, അത് ആ പറമ്പിൽ കുഴിച്ചിട്ടാലല്ലേ. ഏതോ ഒരുത്തം ഫോണിൽ പറഞ്ഞ വാക്കും കേട്ടാ പോലീസുകാർ വന്നത്. വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാ. അങ്ങനെയല്ല ഉൽപ്പലാക്ഷ ചേട്ടാ, ചിലപ്പോ കാര്യമായിട്ട് പറഞ്ഞാണെങ്കിലോ. ഈ പോലീസുകാർ കളിക്കാത്ത ഏതെങ്കിലും സ്ഥലം പറമ്പിലുണ്ടോ? ഉണ്ട്. വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയ ചായ്പുണ്ട്. അതിന് മുമ്പിൽ വിറവ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അന്ന്. അതുകൊണ്ട് അവിടെ മാത്രം കുഴിച്ചില്ല. പോലീസുകാരുടെ വിവരക്കേട് കൊണ്ട് എനിക്കന്ന് പോയതേ രൂപ 2000 പണിക്കാരെ കൂട്ടി മുട്ട ലെവലാക്കായി. അവന്മാർക്ക് ഭ്രാന്ത് അല്ലാതെ എന്താ. ഞാൻ നാളെ വില്ലേജ് ഓഫീസിലേക്ക് വന്നേക്കാം സാറേ. ആ, അങ്ങനെയാണെങ്കിൽ കുഴിച്ചിട്ട നിധി അവിടെ തന്നെ കാണും. അത് കുഴിച്ചെടുത്ത് പോലീസിനെ അറിയിച്ചാൽ നാളത്തെ പത്രത്തിൽ ഫോട്ടോ വരും. അവിടെ നന്നായിട്ട് മണ്ണ് മാറ്റുന്നേ. ഇനി സാറ് മണ്ണ് വെക്ക് മാറ്റി. കൊള്ളാം. ഇതിനേക്കാളും ഒരു സ്പൂൺ എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നല്ലോ സാറേ. അങ്ങോട്ട് അങ്ങനെ 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 ഇതോട് എടുക്കാൻ പാടാ. വാഴ വയ്ക്കാൻ പോണോ? എല്ലാം കൂടെ പാടണേ ചെയ്യണ്ട. എന്തേ ഉത്തമ, എല്ലാം കൂടെ ചെയ്യണ്ട. എല്ലാം കൂടെ വേണ്ട. ശബ്ദം ഞാൻ ഉണ്ടായിക്കോളാം. പറ്റിക്കോ. സൗണ്ട് കൊള്ളാം. ഇതെന്താ മോനട്ടാ പറഞ്ഞത്? ഇവിടെ നിധിയില്ലെന്ന്. ഇവിടെ നിധിയുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുഴിക്കുന്നത്. എന്ത് ഭ്രാന്താണ് മോനട്ടാ? വെളുപ്പാങ്കാലത്ത് ഏതോ സ്വപ്നം കണ്ടെന്ന് കരുതി വീടിന്റെ മുറ്റത്താണോ കുഴിക്കണേ? ആ സ്വപ്നം വെറും സ്വപ്നമല്ല ഭമേ. സ്വപ്നത്തിന് പിന്നാലെ പത്രത്തിൽ വാരഫലവും വന്നു. അതുകൊണ്ട് വക്കീലേ, സാർ 2 കൽപ്പിച്ചാണ്.
ഞാൻ പഴയ സംഭവത്തെ പറ്റി പറഞ്ഞപ്പോ തന്നെ സാറ് നേരെ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ അടുത്ത് പോയി സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി. അന്ന് പോലീസുകാർ ഈ പറമ്പ് മുഴുവൻ കിളച്ചപ്പോഴും ഈ ഇവിടെ മാത്രം കുഴിച്ചില്ല. അപ്പൊ നിധി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതെങ്ങനെ ഉറപ്പാവും? ഭാമേ, ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ കാഞ്ചന പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇവിടെ ഉള്ള നിധി എടുത്ത് ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നതോടെ എനിക്ക് വലിയ കീർത്തി ഉണ്ടാവുക. പറഞ്ഞേക്കെ. അപ്പൊ വാരഫലത്തിൽ കണ്ട സത്യാവില്ലേ? ഞാനത് കണ്ടെടുത്തതിന്റെ പേരിൽ സർക്കാർ എനിക്ക് വലിയ സമ്മാനങ്ങൾ തരും. അപ്പൊ ധനനേട്ടം ആവില്ലേ? ഇങ്ങോട്ട് മാറ്റി വെക്കി. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നവും ഫലിക്കും, വാരഫലവും ശരിയാവും. എന്റെ മോഹനേട്ടാ, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ മുറ്റു മുഴുവൻ ഇങ്ങനെ കുഴിച്ചിടാനാണ് പ്ലാനെങ്കിലേ നാളെ മുതൽ മുറ്റുപിടിക്കാനേ വേറെ ആളന്വേഷിച്ചോളണം. കൊള്ളാം. നീ ഞങ്ങളെ ചെലവിടുത്താ പോ. എന്തോ ഭ്രാന്താ നോക്കണേ. ഒരു ശബ്ദം അല്ലേ? ഉത്തമൻ ഇത്ര നേരം കളിച്ചിട്ട് കേട്ടോ ഈ ശബ്ദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അല്ലേ ഇത്രയും കുഴി എടുത്തത്. വാരഫലം എനിക്കാണ്. ഞാൻ എടുത്തോളാം. കണ്ട അത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തിന്നാനുള്ള പരിപാടിയാണ്. ടൈലിന്റെ പീസ്. ടൈല് നിധി കിട്ടി. വക്കീലേ സാറേ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു നിധി ലൈവായിട്ട് ചോദിച്ചെടുക്കുന്നത്. കുറച്ച് മണ്ണൂടെ മാറ്റാറുണ്ട്. നീ എന്താ പറഞ്ഞത്? എന്റെ സ്വപ്നം വെറുതെ ആയിരുന്നോ? വന്ന് നോക്ക് ആ കുഴിയിൽ എന്താണെന്ന്. എന്താണ്? വന്ന് നോക്ക് സാറേ, പെട്ടെന്ന് വാ. സാറേ, വരാൻ മണ്ണൂടെ മാറ്റാറുണ്ട്. ഈ ഇരിക്കുന്നതാണ് നീ പെട്ടി. ഈ പെട്ടിയിൽ എന്താ ഇരിക്കുന്നത് നിനക്കറിയാമോ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ, 13 ലക്ഷം രൂപ, പിന്നെ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത രേഖകൾ. എടുക്കട്ടെ സാറേ? എടുക്കാൻ വേണ്ട. അതിനു മുമ്പ് നമുക്കൊന്ന് പോലീസിനെ വിളിച്ചാലോ? ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും അടിച്ചു മാറ്റിന്ന് അവർ പറഞ്ഞാലോ? എന്റെ പൊന്ന് സാറേ, നിധി കണ്ടെത്തിയിട്ടും അത് സർക്കാരിനെ ഏൽപ്പിക്കാനുള്ള മര്യാദ വെച്ച് സാറൊരു കള്ളനല്ല എന്നവർക്ക് മനസ്സിലാവൂലേ? വേറെ വല്ലവരും ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എടുത്തോണ്ട് പോകൂലേ? പക്ഷേ മോഹനേഷ് അങ്ങനെ ചെയ്യില്ല. അതാണ് പൊതുമുതൽ കട്ടുതിരുന്ന ഒരു കള്ളനല്ല മോഹനേഷൻ. ആമേ, ഇത് തുറക്കുന്നതിന് മുമ്പ് നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അതിനുള്ളിൽ പലതരത്തിലുള്ള ധാരാളം സ്വർണ്ണാഭരണങ്ങൾ കാണും. സാധാരണ പെണ്ണുങ്ങളെ പോലെ ആർത്തി പണ്ടാർത്തി പോലെ എടുത്തോണ്ട് പോകളരുത്. അതാണ് ഉത്തമനോടും കൂടിയാണ് പറഞ്ഞത്. 13 ലക്ഷം രൂപയൊക്കെ ഉത്തമൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല. പണം കാണുമ്പോ ആർത്തി മൂത്ത് അടിച്ചു മാറ്റിക്കളയരുത്. പിന്നെ എനിക്കൊന്നും വേണ്ട. എടുക്ക ശകലം കൂടെ അയ്യോ, നീക്കി വെക്കാം. തുറക്കട്ടെ സാറേ? ഐശ്വര്യമായിട്ട് തുറക്കാൻ പോവണേ. റെഡി? 1 2 എന്താ പ്രാർത്ഥിക്കുന്ന? റെഡി? 1 2 3. ആഭരണം പുറത്തെടുക്ക. വേഗം നിക്ക്. അയ്യോ,
ഇതെന്താ? മുട്ട. ആ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയേ. എന്തായിരിക്കും? ചിലപ്പോ നിധിയിരിക്കുന്ന സ്ഥലത്തിന്റെ മേപ്പായിരിക്കും. ഇതുപോലൊരു സംഭവം ഞാൻ നോവലിൽ വായിച്ചു. അയ്യോ അയ്യോ, അതിനകത്ത് വേറൊരു പേപ്പർ കൂടെ കേട്ടോ. എന്തോ അത് ഈ നിധിയുടെ അതല്ല. ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം വേറെ ആരെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാം. ഇത് തുറക്കുന്ന മഹാൻ അറിയുന്നതിന് തുറക്കുന്ന ഞാനാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? എനിക്ക് വയ്യ. സാർ ഉച്ച വയ്ക്കരുത്, ആളെ കൂട്ടല്ലേ. സാറെ ഉച്ച വയ്ക്കാൻ ആളെ കൂട്ടല്ലെന്ന്. എന്റെ പേര് ഭദ്രാനന്ദൻ. ഞാൻ മഹാസിദ്ധിയുള്ള ഒരു മന്ത്രവാദിയാണ്. ആളുകൾക്ക് നിന്ന നിപ്പിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു മന്ത്രം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരു മുട്ടയിലാക്കി ഇവിടെ കുഴിച്ചിടുന്നു. എന്നെങ്കിൽ ഈ പെട്ടി തുറന്ന് ഈ മുട്ട എടുക്കുന്നവനായിരിക്കും എന്റെ ആദ്യത്തെ ഇര. കൂടോത്രവും മന്ത്രവാദവുമായതുകൊണ്ട് പോലീസിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ ആഭിചാരത്തിന് വകുപ്പില്ല. എന്റെ ആജന്മ ശത്രുവായ ഉൽപ്പലാക്ഷനാണ് ലക്ഷ്യമെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും നിരപരാധികൾ ഇതിൽ ഉൾപ്പെട്ടു പോയേക്കാം. ക്ഷമിക്കുക. ഇതാണോ നിധി? ഇതേതോ തലയ്ക്ക് വെളിയില്ലാത്ത എഴുതി കൊടുത്ത് കുഴിച്ചിട്ടോ? വാസ്തവം സാറേ, ഇത് ഭയങ്കര ചതിയായി പോയി. മുട്ടയും പേപ്പറും. മോനെ സാറേ, അയ്യോ, ഇതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ വീണെന്ന് പറയുന്നത്. ഗൂഢോത്രം വലിച്ചു വക്കീലേ, നോക്ക്. അയ്യോ, സാറിന്റെ കാറ്റ് പോയി. ഞാന് ഒരു ആംബുലൻസ് വിളിച്ചോണ്ട് വരാം. നിധിയും മാങ്ങാത്തൊലിയും. ഇങ്ങനെ പേടിക്കല്ലേ, മോഹൻ ഒന്നുമില്ല. ഏതോ പ്രാന്തൻ എന്ത് എഴുതി വെച്ചെന്ന് കരുതി എന്റെ മോഹൻ ഇതൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയാലോ? ഒന്നും പറ്റില്ല മോഹനട്ടാ. എന്നാലും കൂടോത്രം ഫലിക്കാതിരിക്കോ? വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കില്ലേ? വാരഫലവും കറക്റ്റാണ്. ഇതെല്ലാം കൂടി എങ്ങനെ ഫലിക്കും മോഹനട്ടാ? സ്വപ്നം അനുസരിച്ച് മോഹന്റെ രാജയോഗമില്ലേ? പിന്നെ എന്ത് കൂടോത്രം? ഫലിക്കില്ലായിരിക്കും. സ്വപ്നം എന്തായാലും ഫലിക്കും. ഉത്തമൻ ആംബുലൻസിന് പോയിരിക്കുക. ആംബുലൻസ് വരുമ്പോ ആള് കൂടും. അപ്പോ നാട്ടുകാർ മുഴുവൻ സംഭവം അറിയും. അപ്പൊ പിന്നെ മോഹനേട്ടന് ഭയങ്കര കീർത്തിയാവില്ലേ? സ്വപ്നത്തിലോ ജാതകത്തിലോ കൂടോത്രത്തിലോ വിശ്വസിക്കുന്നവരോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ വ്യത്യസ്തങ്ങളായ പ്രവചനങ്ങൾ നടത്തുന്നവരെ ഒരേ സമയം വിശ്വസിക്കുന്നതിൽ കുറച്ച് അയുക്തിയുണ്ട് എന്ന് പറയാതെ വയ്യ. മണ്ണിനടിയിൽ നിന്നും മോഹനകൃഷ്ണൻ കുഴിച്ചെടുത്ത മഹാഭാഗ്യത്തെ ഇവിടെ വിട്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.